ഒരു മനോഹരമായ ഗ്രാമത്തിൽ ഒരു കുടുംബമുണ്ടായിരുന്നു. മതി മതി, ഇതുപോലെ നിങ്ങൾ ഒരുപാട് കഥകൾ പറഞ്ഞത് നമുക്ക് ആവശ്യമില്ല. ആ കേൾക്കുന്നേ, അവരുടെ പേര് ഫുഡാണ്. അതിലൊരു അച്ഛനുണ്ടായിരുന്നു, പിന്നെ ഒരു അമ്മയുണ്ടായിരുന്നു, പിന്നെ കുസൃതി പിടിച്ച ഒരു പൂച്ചയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആ പൂച്ചയ്ക്ക് റെഡ് റേഡിംഗ് കൊണ്ട് ഡ്രസ്സും ഇട്ട് കൊടുത്തു. ആ, നിന്റെ പൂച്ചയെ കാണാൻ നല്ല വൃത്തിയേടായിട്ടുണ്ട്. അവന്റെ ഡ്രസ് വെച്ച് നോക്കുമ്പോ എന്റെ ഡ്രസ്സല്ലേ, എന്ത് രസമാ. ഞാൻ ഇതെല്ലാം എന്ത് കഷ്ടപ്പെട്ട് വാങ്ങിയെന്നറിയോ? അവന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടാകും? അവന്റെ വലിയൊരു ടാങ്ക് ഉണ്ട്. അതൊന്നും വേണ്ട, സ്കൂട്ടർ മതി. വേണ്ട വേണ്ട, കപ്പൽ കൊടുക്കാം. എന്തിനാ വെറുതെ വഴക്ക് കൂടുന്നത്? അതാണ് അവന്റെ പെർഫെക്റ്റ് ആയ യാത്രയ്ക്കുള്ള രീതി. കാണാൻ കഴുതയെ പോലെ ഉണ്ടെങ്കിലും അവൻ കുതിരയാണെന്ന് വിചാരിച്ചേ. അതൊരു ഫേമസ് ഉള്ള ഫുഡാ. റോബിൻ ഫുഡ് മറന്നുപോയോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആണല്ലേ? അന്നൊരു ദിവസം അവനൊരു കത്ത് വന്നിരുന്നു. അതിലവന്റെ മുത്തശ്ശിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ അവൻ ആകെ പേടിച്ചു. അതുകൊണ്ട് ടോമിന്റെ അമ്മ അവന് ആവശ്യമുള്ള ഫുഡെല്ലാം എടുത്തു വെച്ച് മുത്തശ്ശിയെ കാണാൻ വേണ്ടി അവനെ പറഞ്ഞയച്ചു. വളരെ സൂക്ഷിക്കണമെന്ന് അവന്റെ അച്ഛനും പറഞ്ഞു. കാരണം പോകുന്ന വഴിയെല്ലാം കുറുക്കന്മാരുടെ ശല്യം ഒരുപാട് ഉണ്ടാകും. ടോമിന്റെ കുതിര ഓടിപ്പോയി. ഇനി അവൻ നടന്നേ പറ്റൂ. ആശാരെ, ഒരു മിനിറ്റ് നിന്ന്, ഞാൻ അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളനെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? പറയൂ. നിങ്ങൾ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് വേഗം പാടാ. നിനക്ക് ആ റോബിൻ ഹുഡിനെ അവന്റെ മെറിമേനെ പിടിക്കാൻ പറ്റുമല്ലോ. ഇവരെ കണ്ടതിന് ശേഷമാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത്. ഞങ്ങളൊക്കെ അടിപൊളിയാ. നേരിൽ വന്ന പൊരിഞ്ഞടിയാടി. കാലറിൽ നിങ്ങളായിരിക്കും, പക്ഷെ ഗ്രൗണ്ടിൽ ഞങ്ങളാ. ഏയ് പൂച്ചെ, നീ എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കുവാണ്? വേഗം നിനക്ക് വീട്ടിൽ പോകാനുള്ള ഒരു ഐഡിയയും ഇല്ലേ? ഇവരുമെല്ലാം വീട്ടിൽ വെച്ചിട്ട് വേണമെന്നാ തോന്നുന്നത്. എടാ മോനെ, ഒന്നെ മൈൻഡ് ചെയ്യാതെ പോകല്ലേ. ഞാനാണ് ഇവിടത്തെ ഇൻസ്പെക്ടർ. നിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഒന്ന് സഹകരിച്ചേ. അല്ല, ഇതിൽ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നേ? നിന്റെ മുത്തച്ഛിക്ക് സുഖമില്ല എന്നോ? എന്താ പ്രശ്നം പറയേ. പക്ഷെ ആളെ കണ്ട കള്ളനെ പോലെയുണ്ടല്ലോ. നിക്ക്, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നെയ്ച്ചോറ്, തന്തൂരി ചിക്കൻ, ഓറഞ്ച് ജ്യൂസ്, ഫലൂഡ, അതൊക്കെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? ആ, നീ മുത്തശ്ശിയെ കാണാൻ പോവാണോ അല്ലെങ്കിൽ വേറെ വല്ല പാർട്ടിക്ക് പോവാണോ? നീ ആരെയാ പറ്റിക്കാൻ നോക്കുന്നേ? മര്യാദയ്ക്ക് സത്യം പറയടാ, അല്ലെങ്കിൽ ഞാനിത് തിരിച്ചറിയില്ല. ഏയ്, ഫ്രീ ആയിട്ട് ലിഫ്റ്റ് വേണമെങ്കിൽ എന്നോട് ആദ്യമേ ചോദിക്കണോടാ. നീ എന്തിനാ എന്റെ കാറിൽ എന്നോട് ചോദിക്കാതെ വന്ന് കേറിയിരുന്നേ? പോടാ പോടാ. ശരി ശരി, വിട്ടേക്ക്. അവരെന്തായാലും വന്ന് വീടില്ലേ, വിട്ടേക്ക്. വീട്ടിലും ഇറക്കി വിട്ടേക്കണേ, അത് മതി. എന്റെ ജോലി കഴിഞ്ഞു. ആ പൂച്ചയെ തെറ്റായ വഴിയിൽ അയച്ചത് കാരണം അത് കറക്റ്റ് എന്റെ അടുത്ത് തന്നെ വന്നു ചേരും. നിങ്ങൾ രണ്ടുപേരും പൊക്കോളൂ. എന്റെ വലയിൽ ഒരു വലിയ മീൻ വീണിട്ടുണ്ട്. എന്നെ കുറിച്ചാണോ? നീ ഇവിടെ നിന്ന് എന്നെ പെട്ടെന്ന് പോവാൻ നോക്ക്. ആഹാ, എന്തൊരു അത്ഭുതം. ഇന്ന് ശരിക്കും നല്ല വിരുന്ന് അയക്കുന്ന തോന്നേ. നിങ്ങൾ 3 പേരുമാണ് ഇന്ന് എന്റെ സ്റ്റാർട്ടർ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാം മിണ്ടാതിരിക്കെ, എന്റെ യഥാർത്ഥ ഭക്ഷണം വന്നു കഴിഞ്ഞു. വാ വാ, ഞാൻ നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തിരുന്നത്. തപ്പി തടവി ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എന്റെ കണ്ണ് നോക്ക്, അതുപോലെ തന്നെ എന്റെ കാത് എത്ര വലുതാന്ന് നോക്ക്. ഇതുപോലെ മൂക്ക്, വാ, ഒരുപാട് വിഷയങ്ങൾ അകത്തുണ്ട്. നീ പെട്ടെന്ന് വാഗത്തേക്ക്. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, എന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോകാനേ പറ്റില്ല. ഓ, എനിക്ക് ബാഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓ, റോബിൻ ഹുഡ്, ഇതെല്ലാം നിന്റെ ജോലിക്കാരാണോ? ഇല്ല റോബിൻ ഹുഡ്, നീ യഥാർത്ഥത്തിലുള്ള റോബിൻ ഹുഡ് അല്ല. നീ ചെയ്ത തെറ്റിന് ഉറപ്പായിട്ട് ശിക്ഷ ലഭിക്കും. നിങ്ങൾക്കെല്ലാം ഒരു കളി കാണിച്ചത്. ഇതാ നോക്കിക്കോ. നീ മറന്നുപോയെന്ന് തോന്നുന്നു. യുദ്ധം ചെയ്യുന്നതിലെല്ലാം ഞാൻ വളരെ വലിയ ആളാണ്. ജിഞ്ചർ ബ്രെഡ് വലിച്ചെറിയരുത്, അത് ശരിക്കും കഴിക്കണം. പക്ഷെ ഞാൻ ഇങ്ങനെയും ചെയ്യുമല്ലോ.
ഡിസൈൻ കുക്കീസ് എല്ലാം തീർന്നു പോയി. ഇപ്പൊ പ്ലെയിൻ കുക്കീസ് മാത്രമേ പുറത്തെടുക്കാൻ പറ്റൂ. ഓവറായിട്ട് ചെയ്യുന്നുണ്ട്. എത്ര കേക്ക് കഴിച്ചാലും നിന്റെ വയറ് നിറയാത്ത പോലെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും കൈപ്പുള്ളത് നൽകാം. അടുത്ത തവണ കളിക്കൂല, ഇത്തവണ ഞങ്ങളെ വെറുതെ വിടാമോ? ഇപ്പൊ ഞാൻ നിങ്ങളെ എല്ലാവരെയും വെച്ച് ചൂടായിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ പോവാ. ഓ നോ, വീണ്ടും ഇവിടെ ആരാ വന്നത്? അടുത്ത തവണ ഇതുപോലെയൊന്നും കഥകൊന്നും തുറക്കില്ല. നിങ്ങൾ ചീറ്ററാണ്, ചീറ്റർ. നീ മാത്രം വന്നില്ലെങ്കിലേ ഞങ്ങളുടെ കാര്യം പോക്കായനെ. ബോസ്, എന്നോട് ക്ഷമിക്കണം ബോസ്, എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് വന്നത്. മുത്തശ്ശി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവർക്ക് വയസ്സായി അറിയാമോ? നിങ്ങൾക്ക് വേണ്ടി ഒരു എഴുത്ത് തന്നെ വിട്ടിട്ടുണ്ട് ബോസ്. എന്റെ പ്രിയപ്പെട്ട ടോമേ, ഞാൻ വെക്കേഷനിലേക്ക് പോവാണ്. നമുക്ക് മിയാമിൽ വെച്ച് കാണാം എന്ന് ഗ്രാനി. മയാമി വളരെ അത്ഭുതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതെ, എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അപ്പൊ തന്നെ കൂട്ടിന് പോകാറുണ്ട്. സൂപ്പർ ഐഡിയ ഉണ്ട്. കൂട്ടുകാരെ, നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വേണം എൻജോയ് ചെയ്യാൻ. ഇതാണ് ശരിക്കുള്ള എൻജോയ്മെന്റ്.